സകൃതകൃതാവായ നാട്ടുകാരെ, എല്ലാ പരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാണ്ട. ഈ CDR താങ്കൾ കിട്ടിയത് എവിടെ നിന്നാണ് ശ്രീ കെ സരൺകുമാർ? മോനെ സാറി ചോദിച്ചു ഉത്തരം കൊടുക്ക്. സോഴ്സ് ചോദിക്കരുത് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ എന്നോട് സോഴ്സ് ചോദിക്കുന്നതിന്റെ അധാർമികത ആദ്യം ചൂണ്ടിക്കാണിക്കട്ടെ. നിനക്ക് നാണല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? താങ്കൾ പോലീസ് സ്റ്റേഷനിൽ കയറി മോട്ടിച്ചോ കോടതിയിൽ കയറി മോട്ടിച്ചോ? താങ്കൾ പോലീസ് സ്റ്റേഷനിൽ കയറി മോട്ടിച്ചോ കോടതിയിൽ കയറി മോട്ടിച്ചോ? പിന്നെ എങ്ങനെ കിട്ടി? ഇവനെന്റെ വല്ല കാര്യമുണ്ടോ? ഈ നിയമവിരുദ്ധ സാധനം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി ശ്രീ കെ സരൺകുമാർ? അല്ല, അതൊക്കെ താങ്കളുടെ പണിയാ. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ കയ്യിന്ന് 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അതൊക്കെ താങ്കളുടെ പണിയാണ്. താങ്കൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എവിടെ കിട്ടിയെന്ന് പറ. ഞാൻ എല്ലാം തുറന്നു പറയാം. നാണമില്ലേ അളിയാ? എല്ലാം കാണിച്ചു വച്ചതും പോരാ, ഇനി അത് പബ്ലിക്കായിട്ട് തുറന്നു പറയുന്ന അതൊക്കെ കിട്ടിക്കോളും. 10 ഫോൺ കോൾ വെച്ചിട്ടങ്ങ് മൂക്കി കയറ്റുമെന്നാണോ അരുണിന്റെ വിരട്ടൽ? CPM-ന്റെ വിരട്ടൽ, സർക്കാരിന്റെ വിരട്ടൽ? പോയി പണി നോക്കാരുണേ. അല്ല, ഞാൻ അങ്ങനെ വരട്ടില്ലല്ലോ. അല്ല, അതെ, താങ്കൾ അപേക്ഷ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. മാധ്യമ പ്രവർത്തകയുടെ വിഷ്വൽ എടുക്കുക എന്ന് പറയുന്ന ആ ദൃശ്യം എടുത്തു വെച്ച് എന്തിനാണ് ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത്? അതിന്റെ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞ് അതിനെ ഷൂ അറിയുന്ന ഗ്രാഫിക്സ് കയറ്റി പ്രചരിച്ചത് നിങ്ങളുടെ സഹാക്കളായ കള്ളന്മാരാണ്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഞാൻ ചോദിക്കട്ടെ, ഗവർണർക്കെതിരെ SFIയുടെ കരിങ്കൊടി പാളയം സംസം ഹോട്ടലിന് മുന്നിലാണ് കരിങ്കൊടി പ്രകടനം നടത്തുന്നത് പറയുന്ന SFI സംസ്ഥാന നേതാവിന്റെ പേര് ഞാൻ പറയണോ? നീ ഒന്നും പണയണ്ട. അന്വേഷിക്കോ? CDR എടുക്കോ? SFI സംസ്ഥാന നേതാക്കളുടെ CDR എടുക്കോ? സംസ്കാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണിച്ചോ? താങ്കളുടെ സംസ്കാരം താങ്കളുടെ സംസ്കാരം എനിക്കില്ലാത്തതുകൊണ്ടാണ് CDR പുറത്തിറക്കാത്തത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. താങ്കളുടെ സംസ്കാരം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ വിളിച്ച് SFI നേതാക്കളുടെ പേരുകൾ ഇവിടെ പറയാത്തത്. എന്ന നാവിൻ തുമ്പിലുണ്ട്. എന്നെ നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ഇത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സമരമാണ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. കരിങ്കോടി കാണിക്കുന്ന സമരത്തിന് കോൾ ചെയ്തു, ഇൻഫർമേഷൻ തന്നു, ഇന്ന ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ എന്നതാണ് താങ്കൾ മുഖ്യമന്ത്രിയുടെ നെറ്റിയും നെഞ്ചുറിഞ്ഞു പൊട്ടിച്ചു സമരം അല്ലല്ലോ. ഒരു മുഖ്യമന്ത്രിയുടെ നെറ്റിയും നെഞ്ചുറിഞ്ഞു പൊട്ടിച്ചു നിങ്ങൾ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. നിങ്ങൾ പോലീസിന് പെട്രോൾ ബോംബ് എറിഞ്ഞിട്ടുണ്ട് SFI, ഓർമ്മയുണ്ടോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. മറ്റൊരു മുട്ട കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങ് അമ്പരപ്പും ആശങ്കയോ അല്ലേ? അല്ലേ? ഒരു മുഖ്യമന്ത്രിയുടെ നെറ്റി എറിഞ്ഞ് പൊട്ടിച്ചാണ് നിങ്ങൾക്ക് ഒരു കീറഷു കാണുമ്പോൾ അങ്ങ് അമ്പരപ്പല്ലേ? ഏയ് അങ്ങനൊന്നുമില്ല. ആയിക്കോട്ടെ. അങ്ങ് കൊല്ലാൻ വരുന്ന എന്ന ഭീതിയല്ലേ അരുൺകുമാർ? നാണമുണ്ടോ? ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അല്ല, നാണത്തിന്റെ ഒന്നും നിങ്ങൾ പറയണ്ട. നിങ്ങളുടെ വാക്കുകളെല്ലാം അതിരുവിട്ടു പോകുക. ഈ പ്രശ്നത്തിൽ ഒരു തീരുമാനം പറയാം. ഇന്നത്തോടു കൂടി ഞാൻ ഈ ഫീൽഡ് വിടാം. പാവം.